Hi friends, welcome back to Spices and Flavours. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാടൻ പലഹാരമായ അച്ചപ്പം എങ്ങനെയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന്റെ ടിപ്സും ട്രിക്സും അറിയാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയില്ലാത്ത പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് വേണ്ടത്. അച്ചപ്പത്തിൻ്റെ മോൾഡ് നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയെടുക്കേണ്ടതുകൊണ്ട് എപ്പോഴും ഒരു കുഴിയുള്ള പാത്രത്തിൽ ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിപ്പൊടിയിലേക്ക് ചേർക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയാൽ ശരിയാവുമെന്നൊക്കെ. ഞാൻ ഇങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ അച്ചപ്പം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തീർന്നു പോകും. കാരണം എൻ്റെ മോളുടെ ഫേവറേറ്റ് ആണ് അച്ചപ്പം. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതിൽ കാണുന്ന ഈ കുഞ്ഞു കൈകൾ അവളുടെ ആട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ. 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ 1 കപ്പ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രഷ് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 1 കപ്പ് കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് അയഞ്ഞ കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ്. ഈ സമയത്ത് നമുക്കിതിൻ്റെ മധുരത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. കുറച്ചൊന്ന് മധുരം മുന്നിട്ട് നിൽക്കണം. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുഴിഞ്ഞിരിക്കുന്ന പാത്രമാണെങ്കിൽ നമുക്ക് മോൾഡ് മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അടിഭാഗം പരന്ന പാത്രമാകുമ്പോൾ ഒരു പകുതിയിലധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മോൾഡ് ശരിക്കും മുക്കിയെടുക്കാൻ കഴിയാതെ വരും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ളും ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇവിടെ ഞാൻ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ച എങ്ങനെയാണ് ഞാൻ മയക്കിയെടുത്തതെന്ന് വഴിയെ പറയാം കേട്ടോ. ഇവിടെ ഞാൻ അച്ചപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് അധികം ഓയിൽ നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് ഈ മോൾഡ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മോൾഡ് ഇതിൽ കുറച്ച് സമയം ഡിപ്പ് ചെയ്ത് വയ്ക്കാം. അച്ചപ്പത്തിൻ്റെ മോൾഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ അമ്മ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അതിന് മുന്നേ ഞാനിവിടെ ലുലുന്ന് വാങ്ങിയ ഒരു ചെറിയ മോൾഡാണ് യൂസ് ചെയ്തിരുന്നത്. അത് വളരെ ചെറുതാണ്. അതുകൊണ്ട് കുറേ സമയം എടുക്കും അത് വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓരോ വട്ടവും അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതുപോലെ ചൂടായ ഓയിലിൽ നമ്മൾ ഈ മോൾഡ് മുക്കി വെച്ചിരിക്കണം. ഇനി ഇത് നമുക്ക് ഓയിലിനെടുത്ത ശേഷം ഉടനെ തന്നെ നമുക്ക് ഈ മാവിലേക്ക് മുക്കിയെടുക്കാം. ഇങ്ങനെ മാവിൽ മുക്കുന്ന സമയത്ത് മോൾഡിൻ്റെ 1/4 ഭാഗം മാത്രമേ നമ്മൾ മാവിൽ മുക്കിയെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് പതിയെ ചൂടായ ഓയിലിലേക്ക് ഡിപ്പ് ചെയ്യാം. ഇനി പതിയെ മോൾഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചപ്പം ഈ മോൾഡിൽ നിന്ന് ഇതുപോലെ വിട്ട് വരും. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഈ മോൾഡ് വെച്ചുണ്ടാക്കുന്നത്. ഒട്ടും മോൾഡിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈം തന്നെ മോൾഡിൽ നിന്ന് അച്ചപ്പം ഇളകി പോന്നു. ഒട്ടും ഒട്ടിപ്പിടിച്ചിരുന്നൊന്നുമില്ല. ഇനി വീണ്ടും മോൾഡ് 1-2 സെക്കൻഡ് ഈ ചൂടായ ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ നമുക്ക് വീണ്ടും ഓയിലിനെടുത്ത് മാവിലേക്ക് 1/4 ഭാഗം മോൾഡിൻ്റെ ഡിപ്പ് ചെയ്തെടുക്കാം. മോൾഡ് മുഴുവനായിട്ട് നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അച്ചപ്പം ഈ മോൾഡിൽ നിന്ന് വിട്ടു വരില്ല. അതുകൊണ്ടാണ് നമ്മൾ മാവിലെ 1/4 ഭാഗം മാത്രം ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി വീണ്ടും മോൾഡ് ഇതുപോലെ ഓയിലിലേക്ക് മുക്കിയ ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അച്ചപ്പം മോൾഡിൽ നിന്ന് ഇളകിപ്പോരും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഓരോ അച്ചപ്പവും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ അച്ചപ്പം ഉണ്ടാക്കിയതിന് ശേഷവും മോൾഡ് ഓയിലിൽ 1-2 സെക്കൻഡ് ഡിപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റർ ഇടയ്ക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ മോൾഡ് എങ്ങനെയാണ് മായ്ക്കിയെടുത്തതെന്ന് പറയാം. പുതുതായിട്ട് വാങ്ങിയ മോൾഡ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 2 ദിവസം വാളൻപുളിയുടെ വെള്ളത്തിൽ മുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ മോൾഡ് മുക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് ഈ മോൾഡ് നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം 1 ദിവസം വെയിലത്ത് വെച്ചാലും മതി. അതുപോലെ തന്നെ അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത ശേഷം നിങ്ങൾ നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ട് വേണം എടുത്തു വയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒട്ടും മുകളിൽ ഒട്ടിപ്പിടിക്കാതെ നെക്സ്റ്റ് ടൈം അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നോൺ സ്റ്റിക്കിനേക്കാളും ഈ മോൾഡുകൾ സേഫ് ആണെന്ന് മാത്രമല്ല നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം. ഈ ടിപ്സും ട്രിക്സും ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.